അപ്പോൾ നമ്മുടെ മുളക് ഇവിടെ ഒരു 4-5 ചട്ടിക്കകത്ത് നട്ടിട്ടുണ്ട്, പിന്നെ പറമ്പിലും നട്ടിട്ടുണ്ട്. നമ്മൾ മുളക് പറിക്കാനുള്ള സ്റ്റാർട്ട് ആയതേ ഉള്ളൂ. ഞാൻ മാത്രമൊന്നും പറിച്ചാൽ തീരത്തില്ല. അങ്ങനെ 1 കിലോയിൽ കൂടുതൽ മുളക് നമുക്ക് കിട്ടി. ഇനി ഇത് നല്ലതുപോലെ പാക്ക് ചെയ്ത് നമുക്ക് ഇത് വിടണം. പറമ്പിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് അവിടെ. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഓണം വിളവെടുപ്പ് വീഡിയോ ഒക്കെ നല്ല അടിപൊളി ഒരു വിളവെടുപ്പ് വീഡിയോ ആയിരുന്നു. മനസ്സിന് വളരെ സന്തോഷം തരുന്ന ഒന്നാണ് വിളവെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നും ഒരു വിളവെടുപ്പാണ്. അതായത് നമ്മുടെ കാന്താരി മുളക്, നമ്മുടെ വിളവെടുപ്പൊക്കെ കാണുമ്പോഴും റീൽസൊക്കെ ഇടുമ്പോഴും അത് കണ്ടിട്ട് നമുക്ക് ബഹറിൽ നിന്ന് ഒരു ഓർഡർ വന്നിരിക്കുന്നതാണ്. 1 കിലോ കാന്താരി മുളക് വേണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ വിളവെടുപ്പാണ്. എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, കാന്താരി മുളകിൻ്റെ ചേട്ടനായിട്ട് വരുന്ന മുല്ലമുട്ട് കാന്താരിയാണിത്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമുക്ക് നോക്കാം എത്ര വരെ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മുളക് പറിക്കുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ, നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള മുളകൊക്കെ പറിച്ചു കഴിയുമ്പോൾ അവർക്കൊരു ക്ഷീണം ഉണ്ടാകും. അപ്പോൾ ആ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് വളവും കൂടെ നമ്മൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത പ്രാവശ്യം ഇനിയും നമുക്ക് മുളകൊക്കെ പിച്ചാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചാണ്ട് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 2 സ്പൂണ് നമ്മുടെ സ്യൂഡോമോണസും കൂടെ ഇട്ട് കൊടുക്കാം. 2 അല്ല 1.5 ഉള്ളൂ കേട്ടോ. 1.5 സ്പൂണ് സൂഡോമോണസും കൂടെ ഇട്ട് കൊടുക്കും. ഇതാണ് സൂഡോമോണസ് എന്ന് പറയുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് വെക്കാം. മുളകെല്ലാം പറിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് എല്ലാ ചെടിയുടെയും ചുവട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിനുള്ള വളം നമ്മൾ കൊടുക്കാനുള്ള വളം നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു മുളക് തൈ നമുക്ക് നടുന്നേയും കൂടെ കാണിക്കാം. ഇതിപ്പം നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്രോ ബാഗാണ്. അതിനകത്തുനിന്ന് കുറച്ച് മണ്ണ് നമ്മളങ്ങ് മാറ്റണം. ഇത് കൂടുതൽ മണ്ണുണ്ട്. കുറച്ച് മണ്ണ് നമ്മൾ ഒരു സൈഡിലോട്ട്, ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട്, കാരണം ഇത്രയും മണ്ണ് നമ്മൾ നിറച്ച് വെച്ച് കൃഷി ചെയ്താലുണ്ടല്ലോ പിന്നെ നമുക്ക് വളമിടണം, മണ്ണും ഒക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താ വേണം, കുറച്ച് മണ്ണങ്ങ് മാറ്റിയിട്ട് ഇതിനെല്ലാം ഒന്ന് ഇളക്കി കൂട്ടി ഇങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് എല്ലാം ഒന്ന് ഇളക്കുക. ഇതിനകത്തോട്ട് തണ്ട ഒരു ചെറിയ പിള്ളക്കുഴി എടുത്തുകൊണ്ട് ബാക്കി ചാണകപ്പൊടിയും കൂടെ അതിനകത്തോട്ട് ഇടുക. കണ്ടില്ലേ, ഇട്ട് ഒരു സ്വല്പം നമ്മുടെ സൂഡോമോണസിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. അത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഇളക്കുക. പിന്നെ സൂഡോമോണസൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഈ പൊടിയൊക്കെ അലർജി ഉള്ളവർക്ക് ഗ്ലൗസോ മാസ്കോ ഒക്കെ ഇട്ടിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈ ഉണ്ടല്ലോ, ഒരു 4 6 പരുവൊക്കെ ആവുന്ന തൈനെ നമ്മൾ ഇതിനകത്തൊരു ചെറിയ കുഴി എടുത്തിട്ട് ഇച്ചിരി മണ്ണ്, അത് നിന്ന സ്ഥലത്തെ മണ്ണതി ഇരിക്കുന്ന ഏറ്റവും നല്ലതാട്ടോ, ഇതിനകത്തോട്ട് നമുക്ക് ഇറക്കി കൊടുക്കാം. തൈകൾ നടുമ്പോൾ എപ്പോഴും രാവിലെയോ വൈകുന്നേരമോ നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇപ്പം വെയിലായിട്ടുണ്ട്. പിന്നെ അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് 2 ദിവസമെങ്കിലും തണലിനകത്ത് വയ്ക്കുക. അതല്ലെങ്കിൽ ഇത് വാടിപ്പോകാണ്ട് സാധ്യതയുണ്ട്. ഒരു 3 നേരമെങ്കിലും വെള്ളം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് വാടാതെ ഇതേപോലെ അങ്ങ് നിന്നോളും. പറമ്പിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് അവിടെ. ആദ്യം ബിസ്ക്കറ്റ് തീറ്റി, കണ്ടില്ലേ, ബിസ്ക്കറ്റ് തിന്നാനുള്ള ഒരു ത്വര കണ്ടില്ലേ അവിടെ. പിങ്കി നമുക്ക് അയ്യത്തോട്ട് പോയാലോ? ഇവിടെ നിന്നാലുണ്ടല്ലോ എല്ലാത്തിനും തലപ്പ് അവർ നുള്ളി കഴിക്കും. അതുകൊണ്ട് ഇനി പറമ്പിലോട്ട് അങ്ങ് കൊണ്ടുപോയാൽ അവിടെയൊക്കെ പുല്ലൊക്കെ ഉണ്ട്. അതൊക്കെ തിന്നുകൊണ്ട് കുറേ നേരം, ഒരു 2 മണിക്കൂറൊക്കെ പറമ്പിൽ കൊണ്ടുവന്ന് കെട്ടും, അമ്മയും മക്കളെയും കൂടെ. അങ്ങനെ അവർ താഴോട്ട് പോവുക. ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബിസ്ക്കറ്റ്. ഇങ്കയും കൊണ്ട് ഒരു രക്ഷയില്ല. ഉള്ള ചീനിയുടെ മൊത്തം അവൾ തിന്നും. ഇവിടെ വാ ഡേ. അമ്മണിയൊക്കെ തയ്യാറായി എറ്റേലിൻ്റെ മേളിൽ കയറി നിൽക്കുക. പഴയ ഒരു എറ്റേലിൽ നിൽപ്പുണ്ട് ഇവിടെ. വാ പോകാം, വാ പിക്നിക്കിന് പോയാലോ? പോയിക്കോ, നമുക്ക് എല്ലാവർക്കും കൂടെ പിക്നിക്കിന് പോയിട്ട് വരാം കേട്ടോ. പോകുന്ന വഴിയിലുള്ള എല്ലാം തിന്നണം അവർക്ക്. പോ 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 പോ. ഇപ്പം കണ്ടെല്ലാത്തിനും കിട്ടാൻ പോന്നേ. പിള്ളേരുടെ ഒരു കാര്യം. പോ പോ പോ, പെരുമഴ വരുന്നു കേട്ടോ. അമ്മ പൊയ്ക്കോ, പോ കുഞ്ഞുങ്ങളെ, പോയി 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 പോ 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 പോ. അപ്പോൾ നമ്മുടെ മുളക് ഇവിടെ ഒരു 4-5 ചട്ടിക്കകത്ത് നട്ടിട്ടുണ്ട്, പിന്നെ പറമ്പിലും നട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് പറിച്ചു തുടങ്ങാം. 1 കിലോ എന്തായാലും കൂടുതൽ കാണുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമ്മളത് പറിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ 2 കൈ കൊണ്ട് ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് പറിക്കുന്നതായിരിക്കും നല്ലത്. ഒറ്റ കൈ കൊണ്ടൊക്കെ പറിച്ചാൽ
അത് അതിൻ്റെ തണ്ടുകൾ ഒടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കത്രിക വെച്ചൊക്കെ കട്ട് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പോൾ കുറേ സമയം എടുക്കും പറിച്ചെടുക്കാൻ തീരാനായിട്ട് കേട്ടോ. അപ്പം ഫുള്ള് നമുക്ക് കാണിക്കേണ്ട കാര്യമല്ലല്ലോ വീഡിയോ. അപ്പോൾ നമുക്കതെല്ലാം പറിച്ചെടുക്കാം. ആദ്യം ഈ ചട്ടിക്കകത്ത് ഇരിക്കുന്നതെല്ലാം പറിച്ചെടുത്തതിന് ശേഷം അടുത്തത് പറിക്കാം. അപ്പോൾ എല്ലാവർക്കും വിളവെടുക്കാൻ ഭയങ്കര സന്തോഷമാണ്. പക്ഷേങ്കിൽ ഒരു തൈ നടാനോ അതിനിച്ചിരി വെള്ളം ഒഴിക്കാനോ അതിനിച്ചിരി വളം കൊടുക്കാനോ മടി കാണിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഇതൊക്കെ സന്തോഷത്തോട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. എങ്കിലേ അവരും സന്തോഷമായിട്ട് നമ്മളെ ഇങ്ങനെ സന്തോഷിപ്പിക്കത്തുള്ളൂ. നമുക്കിങ്ങനെ മുളകൊക്കെ പിച്ചണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സ്നേഹിക്കണം. നമ്മൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന മാതിരി സ്നേഹിച്ചെങ്കിൽ മാത്രമേ ഇതേപോലെയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം മുളകിൻ്റെ വിത്തുകൾ മാത്രമല്ല കേട്ടോ നമ്മുടെ വെബ്സൈറ്റിലുള്ളത്. 200-250 ടൈപ്പ് വിത്ത്, പല ടൈപ്പിലുള്ളതായ വിത്തുകൾ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിളാണ്. ദിവസം തന്നെ ഒരു 57 ഓർഡറുകളൊക്കെ വരുന്ന ഇതുണ്ട് കേട്ടോ. 57 ടൈപ്പ് വിത്തുകൾ ഒരു ദിവസം ഒരു വ്യക്തി വാങ്ങിക്കുന്നത് വരെയുണ്ട്. 57, 60, 100 വിത്തുകളൊക്കെയാണ് വാങ്ങിക്കുന്നത്. അതിശയം വരെ അവർ. പിന്നെ തന്നെയല്ല, പിന്നെ വാങ്ങുന്നവർ തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കൂടുതലും നമ്മുടെ വെബ്സൈറ്റിലുള്ളത്. എനിക്ക് നമ്മളങ്ങനെ ഒരുപാട് നടണമെന്ന് ഞാൻ പറയത്തില്ല. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതെങ്കിലും നമ്മൾ നടുകയെന്നുണ്ടെങ്കിൽ വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം അങ്ങ് പറിക്കുമ്പോൾ എൻ്റെ മുളക് കാലിയാവുമോ എന്ന് എനിക്കൊരു വിഷമം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വളം നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചേക്കുന്നത്. ഇത് കണ്ടില്ല, ഇത് ഞാൻ താങ്ങ് കൊടുത്തിരുന്നായിരുന്നേ. മുളക് മറിഞ്ഞു പോകാതെ പിന്നെ നമ്മുടെ മൾബറിയുടെ ഒരു കമ്പ് വെച്ചിട്ട് ചെറുതായിട്ടൊരു താങ്ങ് കൊടുത്തതിനകത്ത് അതിനകത്ത് മൾബറി പിടിക്കാനായിട്ട് തുടങ്ങിയുണ്ടോ. ഇനി മൾബറിയുടെ കമ്പ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ കമൻറ്റിൽ വന്നെന്ന് പറഞ്ഞാൽ അതും നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മുളക് പറിക്കാനായിട്ട് സ്റ്റാർട്ട് ആയതേ ഉള്ളൂ. ഞാൻ മാത്രമൊന്നും പറിച്ചാൽ തീരത്തില്ല. ഞാൻ അച്ഛൻ ക്യാമറയൊക്കെ താഴ്ത്തി വെച്ചിട്ട് അച്ഛനോട് കൂടിയെങ്കിൽ ഇത് ഫുള്ളാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. ഇന്നത്തെ പോസ്റ്റ് വിടാനുള്ളതാണ്. അപ്പം നമ്മുടെ മുളക് അങ്ങനെ ബഹറിലോട്ട് പോവുകയാണ്. അപ്പം ഞാനിനി എന്നാണോ ഒന്ന് ബഹറിലൊക്കെ ഒന്ന് കാണാൻ പോകും. അത് നടക്കുമായിരിക്കും അല്ലേ, നോക്കാം. എൻ്റെ മുളകിന് പോകാമെങ്കിൽ പിന്നെ എനിക്കാണോ പറ്റാത്തത്. ദൈവാനുള്ള അവസരം തന്നിരിക്കും. ചട്ടിയിൽ കുറേ നട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല പറമ്പിൽ നട്ടിട്ടുണ്ട്. അപ്പം പറമ്പിൽ നണ്ട് ഇഷ്ടം പോലെ ഇങ്ങനെ ബൾബ് കത്തിച്ചോലെ നിൽപ്പുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബഹ്റൈൻ വരെയൊക്കെ പോകുമ്പം ഒരുപാട് പഴുത്തത് നമ്മൾ അയക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം പഴുത്തതൊക്കെ അങ്ങ് മാറ്റിയിട്ട് ഈ വിളഞ്ഞ നോക്കി കുറച്ച് പഴുത്തതും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കിടന്നോട്ടെ. അങ്ങനെ 1 കിലോയിൽ കൂടുതൽ മുളക് നമുക്ക് കിട്ടി. ഇനി ഇത് നല്ലതുപോലെ പാക്ക് ചെയ്ത് നമുക്ക് ഇത് വിടണം. ഇത് നമുക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത് കോട്ടയത്ത് നിന്നും രഞ്ജു മാത്യുവാണ്. രഞ്ജു മാത്യുവിൻ്റെ ചേച്ചിക്ക് ബഹ്റൈനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണിത് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത്രയും മുളക് കിട്ടിയിട്ട് നമ്മൾ നന്ദിയൊന്നും ഇല്ലാത്തവരായി പോയാൽ ശരിയാവത്തില്ല അല്ലേ. അപ്പം നമ്മൾ കലക്കി വെച്ചിരിക്കുന്നതായ ചാണകവും സ്യൂഡോമോണസും കൂടി നന്നായിട്ട് കലക്കിയതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്കിനി വീണ്ടും ഇതേപോലെ നമുക്ക് മുളകൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ മുളകിൻ്റെ വിളവെടുപ്പും കഴിഞ്ഞു. അവർക്ക് ആവശ്യമായ വളവും കൊടുത്തു. ഓണം പ്രമാണിച്ച് നമ്മൾ 100 പേർക്ക് ഗീവ് അവേ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചടേന്നായിരുന്നു ആ ഓർഡറെല്ലാം കഴിഞ്ഞത്. നിങ്ങളുടെയൊക്കെ കൃഷിയുള്ള താല്പര്യം പ്രമാണിച്ച് നമ്മൾ 25 പേർക്കും കൂടെ നമ്മൾ ഗീവ് അവേ വീണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇനിയൊരു ഗീവ് അവേ ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും ഇനിയും നടത്തിയിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കുക. എപ്പോഴാണ് നമ്മൾ ഗീവ് അവേ ഇടുന്നതെന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അതിൻ്റെ ഇഷ്ടം പോലെ കാന്താരി മുളകാണ് നമുക്ക് ബഹറിനിലോട്ട് കൊടുത്തു വിടാനായിട്ട് കിട്ടിയിരിക്കുന്നത്. കണ്ട പ്ലാസ്റ്റിക് മാതിരി തോന്നുമെങ്കിലും നല്ല അടിപൊളി മുളകാണിത് കേട്ടോ. നമ്മുടെ കാന്താരിയുടെ ചേട്ടനായിട്ട് വരും. നല്ല സൂപ്പർ എരിവും ഒക്കെ ഉള്ളതായ ഈ മുളക് നിങ്ങളും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വെബ്സൈറ്റിൽ ഒരു 10-12 ടൈപ്പ് മുളക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങിക്കാവുന്നതാണ്. പല വെറൈറ്റി മുളകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വരുന്നതൊക്കെ പെട്ടെന്ന് തീർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ www.minisLifestyle.com വന്നാലും നിങ്ങൾക്ക് എല്ലാ തരം വിത്തുകളും വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.